പഠിച്ചു. അപ്പൊ ഇന്ന് നമുക്ക് ചെടികളും വൃക്ഷങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നേ പിന്നെ ടീച്ചർ എന്ത് പറഞ്ഞേ പൂക്കളും പൂന്തോട്ടം. ഇത് ടീച്ചർ കാണിച്ചു തരാം. നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് പൂക്കളും പൂന്തോട്ടം കേട്ടോ. ഒന്ന് ഇതിൽ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം കളർ പൂണ്ടെന്ന് പറഞ്ഞേക്കാ. പൂവുണ്ട്, ചെടികളുണ്ട്, പൂവുണ്ടല്ലേ. ഇതിൽ രണ്ട് കുട്ടികളെ കണ്ടോ. ഇതിലുള്ള രണ്ട് കുട്ടികളെ പേര് മനുന്ന് മീനുന്ന് പേരിടാം നമുക്ക്. രണ്ട് കുട്ടികളെ പേരെന്ത്? മനു, മീനു. അവരെന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടാളില് ചെടിയിലെടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പൈപ്പ് പിടിച്ചിട്ടുണ്ടോ? അതെന്താക്കുന്നവര്? വെള്ളടിക്കുന്നല്ലേ. നമ്മളെ പൂന്തോട്ടത്തിലേക്ക് വെള്ളടിക്കുന്നത്. നമ്മ പൂന്തോട്ടത്തിൽ വെള്ളടിക്കാറില്ലേ വെയില് വരുമ്പോ? നമ്മ പിന്നെ നല്ല വെയില് വരുമ്പോ നമ്മളെ പൂന്തോട്ടത്തിൽ വെള്ളടിച്ചില്ലേ? അതേപോലെ ഇതാ കുട്ടികൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പൂന്തോട്ടത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ടല്ലേ. നിങ്ങൾ ഇതേപോലെ ചെടികളും പൂക്കളെല്ലാം വീട്ടിൽ നട്ടിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് അതിനെ നോക്കി വളർത്തണം. എല്ലാരും വീട്ടിലും പൂവുണ്ടാ? എല്ലാരും വീട്ടിലുണ്ടല്ലേ. അപ്പൊ നാളെ എല്ലാരും വരുമ്പോ പൂ കൊണ്ടുവരണം. നമുക്കതിട്ട് മണൂലെ പൂ, കളറ് പൂവെല്ലാം മാറ്റി വച്ചിട്ട് നോക്കി മനസ്സിലാക്കി പഠിക്കാട്ടോ. എല്ലാരും പൂ കൊണ്ടുവരണ. അപ്പൊ ഇതില്ലേ പൂവിന്റെ കളർ പറഞ്ഞു. ഇതെന്ത് പൂ? ഇത് വെള്ളത്തിലില്ലേ പൂവല്ലേ? വെള്ളത്തിലില്ലേ പൂ. വെള്ളത്തിൽ എന്തിയ പൂവിന്റെ പേരെന്തിയെ? താമര. താമര നമ്മുടെ ദേശീയ പുഷ്പേത്? താമര. നമ്മുടെ ദേശീയ പുഷ്പം താമര. ഇത് വെള്ളത്തിലല്ലേ ഉണ്ടാന്നേ. താമര വെള്ളത്തിലുണ്ടാകും. അപ്പൊ ഒരു മണൂല പൂവിന്റെ പേര് പറഞ്ഞേങ്ങ. മണൂല പൂ കണ്ടിട്ടേങ്ങ എല്ലാരും വീട്ടിലുണ്ടാ? നമുക്ക് കല്യാണത്തിന് ഫംഗ്ഷൻ എല്ലാം പോകുമ്പോ പൂ ചൂടുന്നില്ല. തല നിറച്ചു മണവാട്ടിയാക്കാൻ വേണ്ടിട്ട് ചൂടുന്ന പൂ ഏത്? റോസാപ്പൂ ചൂടുന്ന. പിന്നെ ഏത് പൂ ചൂടുന്നേ? മുല്ലപ്പൂ ഇല്ലേ? നല്ല മണൂലപ്പൂ. മുല്ലപ്പൂ ചൂടുന്നല്ലേ. മുല്ലപ്പൂന്റെ കളർ എന്തിയെ? വെളുപ്പ്. മണമില്ല മുല്ലപ്പൂവിന്. മുല്ലപ്പൂവിന് മണമുണ്ട്. റോസാപ്പൂവിന് മണമുണ്ടാ? മണമുണ്ട്. റോസാപ്പൂവിന്റെ കളറ് റോസ്. ചുവപ്പ് കളർ ഉണ്ടാവും, റോസ് കളർ ഉണ്ടാവും. മുല്ലപ്പൂ വെളുപ്പ് കളറായാലും ഉണ്ടാകുന്നു. വെളുപ്പ് കളറല്ലേ. അപ്പൊ നമ്മളെ പാലിന്റെ കളർ പോലെ ഇല്ലേ മുല്ലപ്പൂവിന്റെ കളറ്? പാലിന്റെ കളർ വെള്ളല്ലേ. അതേപോലെ മുല്ലപ്പൂവിന്റെ കളറും വെളുപ്പ്. നല്ല മണമുല്ലപ്പൂ അല്ലേ. അതിനെ നമ്മ വള്ളിയാക്കിട്ട് നല്ല കെട്ടിയിട്ട് നമ്മ പൈസക്കെല്ലാം മേടിക്കുന്നില്ലേ? വീട്ടിലും ഉണ്ടാകുന്നല്ലേ. മഴ വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലെല്ലാം മുല്ലപ്പൂ ഉണ്ടാകുന്നു. അപ്പൊ ആ മുല്ലപ്പൂ നല്ല മണമുല്ലപ്പൂവാണ്. അതേപോലെ കുട്ടികൾ ഇപ്പൊ നല്ല ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മളെ അംഗൻവാടിയിൽ പുറത്തിലെ പൂവെല്ലാം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്താം. നാളെ എല്ലാരും വരുമ്പോ നല്ല പോലെ വീട്ടിലില്ല എന്ത് കൊണ്ടുവരണം? പൂവ് കൊണ്ടുവരണം കേട്ടോ. എല്ലാരും പൂവും കൊണ്ടുവരണം. പിന്നെ നമ്മൾ എന്താക്കണം? അംഗൻവാടിയില് പൂക്കൂടയാക്കണം. പൂവിന്റെ കൂട്ടയാക്കണം. അപ്പൊ നാളെ എല്ലാരും ഇല കൊണ്ടുവന്നാല് ടീച്ചർ അങ്ങനെ ആക്കിയിട്ട് ഇതുപോലത്തെ കൂട്ട ഉണ്ടാക്കണം നമുക്ക്. എന്തിന്? പൂവ് ഇങ്ങനെ കൊറേ പൂങ്ങ കൊണ്ടുവന്നാലും അതിൽ വെക്കണ്ടേ? അതിൽ വെക്കാൻ വേണ്ടിട്ട് ഇതുപോലത്തെ കൂട്ട ഉണ്ടാക്കണം. ഇപ്പൊ ഇതിലെന്തെല്ലാം പൂണ്ട് നോക്കിയേ. നല്ല റോസാപ്പൂ അല്ലേ? കടലാസിൽ ഉണ്ടാക്കിയതല്ലേ. എന്ത് നല്ല കളറല്ലേ. ഇത് കടലാസിൽ ടീച്ചർ ഉണ്ടാക്കിയത് ചുവപ്പ് കളർ റോസ് അല്ലേ. അപ്പൊ ഈ പൂ ഇതുപോലത്തെ പൂ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് വെക്കണമെങ്കിൽ എന്തുകൊണ്ടല്ല നാളെ നിങ്ങൾ കടലാസ് എലിയും കൊണ്ടുവന്നാൽ നമുക്ക് കൂട്ട ഉണ്ടാക്കാം. അതേപോലെ കളറിലെ പൂ കൊണ്ടുവരണം. പൂവെല്ലാം കളറ് ഇല്ല, മണമില്ലതും മണമില്ലാത്ത എല്ലാ പൂവും കിട്ടിയാല് പിന്നെ പൂവെല്ലാം കൊണ്ടുവന്നാല് നമുക്ക് നാളെ അംഗൻവാടിന്ന് പൂക്കളുടെ എണ്ണം പഠിക്കാം, കളറ് പഠിക്കാം അല്ലേ. ഇപ്പൊ ഇതിൽ എത്ര പൂവുണ്ട്? ഒന്ന് എണ്ണിയേനാ. എണ്ണതാ. എണ്ണി. 1 2 പിന്നെ ടീച്ചർ വേറൊരു പൂ കാണിച്ചു തരാം. ഈ പൂ കണ്ടില്ല നിങ്ങൾ? ഇതിന് മണമുണ്ടാ? ഇത് മണമില്ലാത്ത പൂ അല്ലേ. മണമില്ലാത്ത പൂ. ഇതിന്റെ കളർ എന്തിയെ? ചുവപ്പ്. എന്റെ കളറ് ചുവപ്പ്. ഇതെന്ത് പൂ? ചെമ്പരത്തി അല്ലേ.
ഉണ്ടെങ്കിൽ നാളെ കൊണ്ടുവരണം കേട്ടോ. നാളെ നമുക്ക് മണവില്ലപ്പൂവും മണവില്ലാത്ത പൂവും വേർതിരിച്ച് പഠിക്കാം. എല്ലാവർക്കും ഇഷ്ടായ? നമ്മളെ അംഗൻവാടിയിലെ പൂന്തോട്ടം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പരിചയപ്പെടാം. പരിചയപ്പെടുത്തിട്ട് പൂവിന്റെ കളറും മണമെല്ലാം കാണിച്ചു തരാം ടീച്ചറ്.